ഇൻവെസ്റ്റ് കേരള ഉച്ചകോടിയിൽ ലഭിച്ച നിക്ഷേപ വാഗ്ദാനങ്ങളിൽ 60% യാഥാർത്ഥ്യമാക്കുവാൻ കഴിയുമെന്നാണ് പ്രതീക്ഷയെന്ന് മന്ത്രി പി രാജീവ്. മൊത്തം 1.53 ലക്ഷം കോടി രൂപയുടെ നിക്ഷേപ വാഗ്ദാനങ്ങളാണ് ലഭിച്ചത്. ഇവിടെ വിലയിരുത്തൽ 2 ആഴ്ചക്കുള്ളിൽ പൂർത്തിയാകുമെന്നും അദ്ദേഹം പറഞ്ഞു. താൽപര്യപത്രങ്ങൾ നിയമനത്തിനും ചട്ടങ്ങൾക്കും അനുസരിച്ചാണോ എന്ന് മാത്രം പരിശോധിച്ച് മാത്രമേ ധാരണാപത്രം ഒപ്പിടുന്നതിലേക്ക് കടക്കൂ. ഉച്ചകോടിക്ക് ശേഷവും നിക്ഷേപ വാഗ്ദാനങ്ങൾ വരുന്നുണ്ട്. ചെറി ഹോൾഡിംഗ്സിന് 4400 കോടി രൂപയുടെയും സ്പോർട്സ് ആൻഡ് മാനേജ്മെന്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ 500 കോടിയുടെയും EF കൺസ്ട്രക്ഷന്റെ 2500 കോടിയുടെയും പദ്ധതികൾ ഇതിൽപ്പെടും. RP ഗ്രൂപ്പിന്റെ നിക്ഷേപ വാഗ്ദാനം 2000 കോടിയിൽ നിന്ന് 4000 കോടിയായും ഉയർത്തിയിട്ടുണ്ടെന്ന് പി രാജീവ് പറഞ്ഞു. ഓരോ മേഖലയിലെയും പദ്ധതികളുടെ തുടർ പ്രവർത്തനങ്ങൾ നടത്താൻ 7 അംഗ സംഘത്തിനൊപ്പം അതാത് മേഖലയിലെ വിദഗ്ധരെയും ചുമതലപ്പെടുത്തും. പദ്ധതികളുടെ പുരോഗതി ഡാഷ്ബോർഡ് വഴി പൊതുജനങ്ങൾക്ക് കാണാൻ സൗകര്യമൊരുക്കും. 2 ആഴ്ചയ്ക്കൊരിക്കൽ പ്രിൻസിപ്പൽ സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ പുരോഗതി വിലയിരുത്തും. അനുമതികൾ വേഗത്തിലാക്കാൻ ചീഫ് സെക്രട്ടറിയുടെ നേതൃത്വത്തിൽ സെക്രട്ടറി തല സമിതി ഉണ്ടാകും. വ്യവസായ വാണിജ്യ ചേംബറും സംഘടനകളും മികച്ച പിന്തുണയാണ് നൽകുന്നതെന്നും അവരുടെ യോഗം 2 ആഴ്ചയ്ക്കുള്ളിൽ ചേരുമെന്നും മന്ത്രി പറഞ്ഞു. ദേശീയപാതകളോട് ചേർന്ന് ലോജിസ്റ്റിക് പാർക്കുകൾ വികസിപ്പിക്കും. കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരിയുമായുള്ള കൂടിക്കാഴ്ചയിൽ അദ്ദേഹം മുന്നോട്ട് വെച്ച പദ്ധതികളാണിതെന്നും മന്ത്രി പി രാജീവ് പറഞ്ഞു. അപ്പുറത്ത് നമ്മളെല്ലാവരും ഒറ്റക്കെട്ടായി സംരംഭകരെ സ്വാഗതം ചെയ്യുന്നു. ഇപ്പോൾ കേരളം പഴയ കേരളമല്ല, ഇത് പുതിയ കേരളമാണ്. ഇത് ഇന്നത്തെ കാലഘട്ടത്തിൽ പുതിയ തലമുറ ഈ ചെറിയ ചെറിയ കാര്യങ്ങൾ തർക്കിച്ച് നമ്മുടെ അവസരങ്ങൾ നഷ്ടപ്പെടുത്തുന്നതിന് അനുകൂലമല്ല. പല അഭിപ്രായങ്ങളുണ്ടാകും, നിലപാടുകളുണ്ടായിരിക്കും. പക്ഷേ കേരളത്തിൻ്റെ ഒരു കാര്യം വരുമ്പോൾ നമ്മൾ ഒറ്റക്കെട്ടായി നിൽക്കണം എന്നതാണ് ഭൂരിപക്ഷത്തിൻ്റെയും ഒരു ബോധമെന്നുള്ളത്.